ഹലോ ഗൈസ്, ശ്രീ ഹിയർ. വെൽക്കം ടു മൈ ടെക് ടോക്ക്. എനിക്കറിയാം ഷാസ് ബ്രോന്റെ ചായ കുത്തിലേക്ക് കോപ്പി അടിച്ചതെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുക കമൻസ് വരും. നിങ്ങൾ ചീത്ത വിളിച്ചു എനിക്ക് ശീലമായി ഇതൊക്കെ. ഇനി എന്നെ സംബന്ധിച്ചത് കാര്യമില്ല. ബട്ട് റിയാലിറ്റി കണ്ടന്റ് ക്ഷാമമാണ്. ഒന്നുമില്ല. ഷാസ് ബ്രോ കാണുവാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു കണ്ടന്റും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് ഗൈസ് നമുക്ക് ടെക് ടോക്കിലേക്ക് പോകാം. ഷാസ് ബ്രോ ചായ കുത്തിലേക്കാണെങ്കിൽ ഞാൻ കോൾഡ് കോഫി വിത്ത് എനിക്ക് തന്നെ ക്രിഞ്ച് അടിച്ചു. എന്തായാലും ഗൈസ് നമുക്ക് ഫസ്റ്റ് ടെക് ന്യൂസിലേക്ക് പോകാം. ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഓമി എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ചാണ്. ഓമി എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചർ ഓഫ് ടെക്നോളജിയിൽ ഒരു ഗ്ലിംസ് നമുക്കിവിടെ കിട്ടുന്നത്. അതൊരു സ്മാർട്ട് വെയറബിൾ ഡിവൈസാണ്. ഒന്നേ നമ്മുടെ തലയിൽ ഇവിടെ ഒരു ചിപ്പ് പോലത്തെ സാധനം, അത് ഈ മൈക്കിൻ്റെ കണക്ക് ചെറിയൊരു സാധനം, അത് നമുക്ക് ഒട്ടിച്ച് വെക്കാം, അല്ല ഒരു നെക്ലസ് ആയിട്ട് ധരിച്ചുകൊണ്ട് നടക്കാം. ഇതിൻ്റെ സംഭവം ഒന്നെന്ന് വെച്ചാൽ സിംപ്ലി നിങ്ങളുടെ കോഗ്നിറ്റീവ് റെസ്പോൺസസും കോഗ്നിറ്റീവ് സിഗ്നൽസും ഇത് കേപ്പബിൾ ചെയ്യുക, എന്നൊരു ക്യാപ്ചർ ചെയ്യാൻ കേപ്പബിളാണ്. സിംപ്ലി പറഞ്ഞാൽ നിങ്ങളുടെ തലയുടെ തലച്ചോറിൻ്റെ ഒരു എക്സ്റേ സ്കാൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുമ്പം എവിടെയൊക്കെ ഇങ്ങനത്തെ ന്യൂറൽ റെസ്പോൺസസ് വരും എന്ന് പറഞ്ഞ് നിങ്ങളുടെ തലച്ചോറിൻ്റെ വർക്കിംഗ് പഠിച്ചിട്ട് അത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു AI ബേസ്ഡ് എങ്ങനെയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ. സോ ഈ ടെക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ഡീപ്പിൽ പോകുന്നൊരു സാധനമാണ്. ബട്ട് ഇൻ ജനറൽ ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് ടെർമിനേറ്ററിനെ കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത് ഇച്ചിരി ഫിയറാണ്. ലിറ്ററലി നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുവാന്നൊക്കെ ഈ ചിപ്പ് നിങ്ങളെ പഠിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും. സോ ഇപ്പം നമ്മൾ ഒരു സാധനം സെർച്ച് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് പറഞ്ഞ് കീബോർഡ് ടൈപ്പ് ചെയ്യും വേണം. ഷോമി ഒന്നും വേണ്ട, അത് സപ്പോർട്ടഡ് ആവുന്നൊരു സ്മാർട്ട് ഫോൺ ആപ്പ് ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ആപ്പ് എടുക്കുമ്പോൾ ഓൾറെഡി അതിൻ്റെ റെസ്പോൺസസ് ഒക്കെ വന്ന് നടക്കും. അതൊക്കെ ആയിരിക്കും ഫ്യൂച്ചർ ഇംപ്ലിമെൻറ്റേഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. ദൈവത്തിന് അറിയാം. എന്തായാലും ടു എക്സൈറ്റഡ് ബട്ട് ദ സെയിം ടൈം ചെറിയൊരു സ്കേറി പേടി ഫീലുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക് ന്യൂസിലേക്ക് പോകാം. നിങ്ങൾക്ക് ആർക്കും ഗുണമില്ല, എന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു. സ്റ്റാർബക്സ് പുതിയൊരു ആൽഗോരിതം കൊണ്ടുവരുന്നുണ്ട്. ആൽഗോരിതം കൊണ്ടുവരുന്നത് വെച്ചാൽ അവരുടെ സ്റ്റാർബക്സ് ഓർഡർ വെയിറ്റിംഗ് 40 മിനിറ്റ്സിലേക്ക് 10 മിനിറ്റ്സ് അണ്ടറിലാക്കാനാണ് ആൽഗോരിതം. ആർക്കും വലിയ ഗുണമില്ല എന്നറിയാം, എന്നാൽ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. പക്ഷേ മൂന്നാമത്തെ ടെക് ന്യൂസ് അങ്ങനെയില്ല. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഓക്കെ. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എന്തോന്ന് വെച്ചാൽ സിംപ്ലി ലിറ്ററലി ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഫിസിക്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. അപ്പം എന്നാലും ഞാൻ പഠിച്ചു. ഇപ്പം നമ്മുടെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ബിറ്റായിട്ടാണ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ 0s and 1. ബട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് ചെല്ലുമ്പം അത് വേറൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ലോകമാണ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കണക്ക് സബറ്റോമിക് സാധനങ്ങളൊക്കെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് ഇത് ക്യൂബിറ്റ്സിനകത്താണ് ഡേറ്റ സ്റ്റോർ ചെയ്തത്. 1000 ക്യൂബിറ്റ്സ് വരെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പ് സെറ്റ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് സെറ്റ് IBM നമ്മുടെ കമ്പനി ഉണ്ടല്ലോ, അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫ്യൂച്ചർ ഓഫ് കമ്പ്യൂട്ടിംഗ് വിൽ ബി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഗൈസ്, അതുകൊണ്ട് ഉറപ്പാണ്. പക്ഷെ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുന്നതനുസരിച്ച് എനിക്ക് മനസ്സിലായി സയൻസ് എടുത്താൽ മതിയായിരുന്നു, ഹ്യൂമാനിറ്റീസ് എടുത്തുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് സയൻസ് എടുത്തവർക്ക് ഒരു ചാക്കിയാൽ മനസ്സിലാകത്തില്ല, കാരണം ഇറ്റ് ഇസ് ടു ഗുഡ് ആൻഡ് ഭയങ്കര ഡെപ്തിൽ വന്നൊരു സാധനമായിട്ട്. എന്തായാലും നമുക്ക് ഒരു ദിവസം പഠിച്ച് എക്സ്പ്ലെയിൻഡ് വീഡിയോ ചെയ്യാം. ബട്ട് റൈറ്റ് നൗ നീ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിക്ടോക്ക് കളികൾക്കുള്ളതാണ്. January 19th ആകുമ്പോഴത്തേക്കും അമേരിക്കയിൽ, ഇന്ത്യയിൽ ബാൻ ചെയ്ത്, അമേരിക്കയിൽ ഒന്നേ ടിക്ടോക്കിൻ്റെ ഓണർഷിപ്പ് ഏതെങ്കിലും US ബേസ്ഡ് ക്ലയൻസിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഒപ്പിട്ട് അവരുടെ ഡേറ്റ് ഒന്നും ചോരുന്നില്ല, അത് എന്തൊക്കെയോ ഭയങ്കര വൃത്തിയട്ട രീതിയിലുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്ന് ടിക്ടോക്ക് ബാൻ ചെയ്യാൻ തന്നെയാണ് പരിപാടി അമേരിക്കയിൽ. എന്തായാലും ഹാപ്പിയാണ്. കേരളത്തിൽ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ, കാരണം അവരുടെ ഇന്റലിജൻസ് ഒക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ടിക്ടോക്ക് ഭയങ്കര ഡേറ്റ ചോർത്തുന്നുണ്ട്, ആൾക്കാരെ നശിപ്പിക്കുന്നുണ്ട്, മാങ്ങ ചക്ക എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി കാര്യം കാണും, ദൈവത്തിനറിയാം. എന്തായാലും ടിക്ടോക്കിനെ അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട്. ഇനി അടുത്ത ടെക്നോളജീസിനെ കുറിച്ച് പറയുമ്പം വീണ്ടും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടൊരു ടെക്നോളജിനെ കുറിച്ച് തന്നെ പറയാം. അത് ടിക്ടോക്കിനെ തന്നെ ഫോളോ അപ്പ്. ഈ ചൈനീസ് പ്രൊഡക്ട്സിനെ കുറിച്ചുള്ളൊരു അവേർഷൻ ഉണ്ടല്ലോ, ചൈനേനെ ഒഴിവാക്കാനുള്ള പരിപാടി. എന്തെന്നറിയത്തില്ല, എനിക്കത് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അവന്മാരെ ഇഷ്ടമല്ല. ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടൊരു കൺട്രി, ഒരുപാട് ദുരൂഹതകളുള്ള രാജ്യം. അവരുടെ എന്താ പറയുക, കാറുണ്ടല്ലോ, ഓടിക്കുന്ന കാറിൻ്റെ അകത്ത്, ഇലക്ട്രിക് കാർസിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും, ചൈനീസ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ ഉള്ളത്. അമേരിക്കയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ചൈനീസ് മാത്രമല്ല, റഷ്യൻ കാർസിനകത്ത് ഗൈസ് ഇലുമിനാറ്റിയുടെ കളിയാണെന്നെല്ലാം എനിക്ക് ഇത്ര പറയുള്ളൂ. സിംപ്ലി എനിക്ക് ചൈനീസ് സോഫ്റ്റ്വെയർസും ഹാർഡ്വെയർസും റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് വെച്ചാൽ BYD പോലത്തെ നല്ല ബ്രാൻഡ് ഉണ്ട് കാർസ്, അവരൊക്കെ ടെസ്ലനെ കാട്ടി റിലയബിളൊക്കെയാണ് പ്രൂവ് ചെയ്തുകൊണ്ട് വരിക. ബട്ട് ആസ് ഓഫ് റൈറ്റ് നൗ മേ ബി അത് അവരുടെ ലോക്കൽ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമുക്കല്ലായിരിക്കാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇനി ഇന്ത്യക്കാർക്കിൻ്റെ അഭിമാനകരമായിട്ടൊരു എന്താ പറയുക പ്രൗഡ് മൊമെന്റ്, എന്താ പറയുക പ്രൗഡ് മൊമെന്റ് ആയിട്ടൊരു സാധനം ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ പിക്സൽ എന്ന് പറയുന്നത് PIXXEL എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവരെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്പേസ് ഏജൻസിയാണ്.
ഇപ്പം അങ്ങനെയെന്ന് വെച്ചാൽ അവർ 3 റോക്കറ്റ് കഴിഞ്ഞ 14-ാം തീയതി വിട്ടു. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഏരിയൽ ഫോട്ടോഗ്രാഫി അല്ലല്ലോ, നമ്മുടെ മേളിൽ ചെന്നിട്ട് നമ്മുടെ ഏരിയൽ സാധനങ്ങളൊക്കെ പഠിച്ച് അതിനെക്കുറിച്ച് ഫാർമേഴ്സിനും ഈ അങ്ങനത്തെ ഒരുപാട് ലാൻഡ്സ്കേപ്സിനും ഒക്കെ ഒരുപാട് ഗുണപരമായുള്ള സംഭവങ്ങളാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് പറയുന്നതിന് മുമ്പ് ആസ് ഇന്ത്യൻസ് പ്രൈവറ്റൈസേഷൻ ഓഫ് സ്പേസ് ഏജൻസിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. നല്ലൊരു തുടക്കമാവട്ടെ. ഇറ്റ് ഇസ് എ പ്രൗഡ് മൊമെന്റ്. അവർ 3 സാറ്റലൈറ്റ്സ് ആണ് വിട്ടത്. 3ഉം കോറായിട്ടുള്ള ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാസ് പിടിക്കണമൊന്നുമല്ല. എർത്തിനകത്ത് തന്നെ ഒരുപാട് മാപ്പിങ്ങും കാര്യങ്ങളും അതുപോലത്തെ ബേസിക് ഹെൽപ്പ് നീഡഡ് ഒക്കെയാണ് അവർ ചെയ്യുന്നത്. റിയലി ഗുഡ് തിങ്. ഐ ആം പ്രൗഡ്, ഐ ആം ഹാപ്പി. ഇനി നമുക്ക് അടുത്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യക്കാർക്ക് പ്രൗഡായിട്ടൊരു സാധനമാണ്. മൈക്രോസോഫ്റ്റിനകത്ത് 3 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്. സത്യം അതല്ലേ ഉണ്ടല്ലോ CEO മച്ചം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് സ്പാൻ ഓഫ് 2 ഇയേഴ്സോ 3 ഇയേഴ്സോ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും $3 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ AI ബേസ്ഡ് ആയിട്ട് വരാൻ പോവുകയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഒക്കെ. ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ സിംപ്ലി ഒരുപാട് പേർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് സന്തോഷിക്കാം, അഭിമാനിക്കാം. ഇനി നമുക്ക് സ്മാർട്ട് ഫോൺസിനെ കുറിച്ച് സംസാരിക്കാം. എനിക്കറിയാം എല്ലാവരും വന്നിരിക്കുന്നത് സാംസങ് ഗാലക്സി S25 സ്ലിം കൺഫേംഡ് ആണ് ഗൈസ്. എന്തായാലും സ്ലിം കൺഫേംഡ് ആണെന്ന് പറഞ്ഞാൽ ലീക്സ്, റൂമേഴ്സ്, കാര്യങ്ങൾ ഒന്നും 100% ഇല്ല. അതുകൊണ്ട് ചെറുതായിട്ടൊരു പിഞ്ച് ഓഫ് ഉപ്പിട്ട് എടുക്കുക, സിംപ്ലി സെയിങ്. ആൻഡ് Xiaomi 15 മിക്കവാറും ഇന്ന് തന്നെ റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്യും. ഐ എം ആക്ച്വലി എക്സൈറ്റഡ് ഫോർ ദാറ്റ് ഫോൺ. Xiaomi 14 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോണാണ്. Xiaomi 15 പൊളി ഫോൺ ആയിരിക്കും ഉറപ്പായിട്ടും. ഷവമിയുടെ ഫ്ലാഗ്ഷിപ്പ് അല്ലേ, അത് ലുക്കും ഈസ്തെറ്റിക്. പിന്നെ ഗൈസ് എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് സാമ്പത്തിക മന്ദിയാണ്, കയ്യിൽ കാശൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. അതുകൊണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ശരിക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എനിക്കൊരു പ്രചോദനവും. സോ ബാക്കി പോയി കാണുക. ലുക്കും എസ്തെറ്റിക് വൈസ് ഒക്കെ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ ആപ്പിൾ വിഷൻ പ്രോ അവർ എന്തൊക്കെയൊക്കെയോ പരിപാടിയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലീക്സും റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. വിഷൻ പ്രോ 2 അതിൻ്റെ അഡ്വാൻസ്മെൻ്റ് ഒക്കെ ഉണ്ട്. അത് ഇച്ചിരി കൂടെ സ്ലിമ്മറും കോമ്പാക്റ്റും ഒക്കെ ആവുന്നു. ഇതും ഗൈസ് അഗൈൻ ലീക്കാണ്, പിഞ്ച് ഓഫ് ഉപ്പിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ നമ്മുടെ ടെക് കമ്മ്യൂണിറ്റിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ ലീക്സ് പറയണമെന്ന് പറഞ്ഞ് ഇമാരി 40 സെക്കൻഡുള്ള വോയിസ് ഒക്കെ കിട്ടുന്നത് എങ്ങനെ കേൾക്കാനാണ്. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ, വിവോയുടെ X200 Pro മിനി ചിലപ്പോൾ ഇന്ത്യയിലേക്കൊക്കെ വരുന്നുണ്ട്. സോ ഗൈസ് ഇതൊക്കെ ട്രസ്റ്റഡ് സോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ 91 മൊബൈൽസ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ അവരൊക്കെ വെബ്സൈറ്റിൽ ആൾക്കാരെ ബോറടിപ്പിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി ഇട്ട ആർട്ടിക്കിളും ആയിരിക്കും, ദൈവത്തിനറിയാം. സോ എന്തായാലും മിക്കവാറും ഇന്ത്യയിൽ വരും. ഈ ഇതിൻ്റെയൊക്കെ ട്രെൻഡൊക്കെ കഴിഞ്ഞ് തീർന്ന് കച്ചവടമൊക്കെ മുടിഞ്ഞ് അവസാനം അവന്മാർ കൊണ്ടിറക്കിയിട്ട് പറയും വാങ്ങിച്ചോ, അപ്പം പ്രൈസും കൂട്ടിയിട്ട്. ഇത് സത്യം പറഞ്ഞാൽ തുടങ്ങി കൊടുത്താൽ എന്തോരം വിറ്റുപോയതിനെ. ഇൻ ജനറൽ അത്രയൊക്കെ ഉള്ളു ഗൈസ്. ടെക് ന്യൂസ് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. It's Sri here. Talk to you guys later. Bye bye.